എലിയാഹു ബെൻ ഷൗൾ കോഹേൻ എന്ന ഏലി കോഹൻ്റെ പേര് ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തന ചരിത്രത്തിലെ തിളങ്ങുന്ന അധ്യായങ്ങളിലൊന്നാണ്. ബുദ്ധിയും ധൈര്യവും ഒത്തുചേർന്ന ഒരു സൂപ്പർ ചാരൻ, അതായിരുന്നു ഏലി കോഹേൻ. ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ 1924 ഏലി കോഹേൻ ജനിച്ചത്. സിറിയയിൽ നിന്നുള്ള ബിസിനസ്സുകാരനായ ജൂതന്മാരായിരുന്നു മാതാപിതാക്കൾ. അറബിക്ക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ അതിനിപുണനായിരുന്നു കോഹേൻ. ഇസ്രായേലിന് വേണ്ടി ഈജിപ്തിൽ അദ്ദേഹം ചാരപ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ അത് ഈജിപ്ത് കണ്ടെത്തുകയും കോഹേൻ ഇസ്രായേലിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. 1960കളിൽ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും തർക്കങ്ങളുമൊക്കെ രൂക്ഷമായി. സിറിയയിൽ നടക്കുന്ന നീക്കങ്ങൾ വ്യക്തമായി അറിയേണ്ടത് ഇസ്രായേൽ സേനയ്ക്ക് അത്യാവശ്യമായി മാറി. ഈ ഘട്ടത്തിലാണ് കോഹേനെ രംഗത്തിറക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത്. കോഹേൻ്റെ മാതാപിതാക്കൾ സിറിയയിൽ നിന്നുള്ളവരാണല്ലോ. മാത്രമല്ല ചാരപ്രവർത്തനത്തിൽ പരിചയവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സിറിയയിൽ ചെന്ന് ചാരവൃത്തി നടത്താൻ അതുപോരാ. കൂടുതൽ പരിശീലനം കോഹേന് നൽകപ്പെട്ടു. ഓർമ്മയുടെ കാര്യത്തിലും ധൈര്യത്തിലും ആശയവിനിമയത്തിലുമെല്ലാം കോഹേൻ തിളങ്ങി. പക്ഷേ മനഃശാസ്ത്ര പരീക്ഷയിൽ അയാൾക്ക് പരാജയമായിരുന്നു വിധി. കാരണമെന്താണെന്നോ? അമിതമായ ആത്മവിശ്വാസം. ലോക ചാരചരിത്രത്തിലെ അസാധാരണമായ ഒരു ആൾമാറാട്ട കഥയിലെ നായകനാവുകയായിരുന്നു പിന്നീട് കോഹേൻ. സിറിയയിൽ ചെന്നാൽ പെരുമാറാനുള്ള പ്രത്യേക പരിശീലനം വരെ കോഹേന് ലഭിച്ചു. പുതിയ പേരും കിട്ടി, കമാൽ അബീൻ താബറ്റ്. അവർ കമാലിൻ്റെ കഥ പഠിപ്പിച്ചു. സിറിയക്കാരായ അച്ഛനമ്മമാരുടെ മകനായി ജനിച്ച് അർജന്റീനയിലേക്ക് കുടിയേറിയ കമാലിൻ്റെ കഥ കോഹേൻ ആത്മകഥയാക്കി. കമാൽ ആദ്യം പോയത് അർജന്റീനയിലേക്കാണ്. അവിടെ ബ്യൂണസ് ഐറിസിലെ ആയിരക്കണക്കിന് അറബി കുടിയേറ്റക്കാരുടെ മട്ടും ഭാവവും നേടി. അവിടുത്തെ അറബ് കുടിയേറ്റക്കാരുടെ വിശ്വാസവും ആർജിച്ചു. സുഹൃത്തായ അറബ് വേൾഡിൻ്റെ എഡിറ്റർ അബ്ദുൽ ലതിഫ് ഹസൻ കമാലിൻ്റെ അടുത്തു ചെന്ന് കമാൽ താബറ്റ് തൻ്റെ മാതൃരാജ്യമായ സിറിയയിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അദ്ദേഹം കമാലിനെ പരിചയപ്പെടുത്തുന്ന ചില കത്തുകൾ തയ്യാറാക്കി നൽകി. അങ്ങനെ കമാൽ സിറിയയുടെ തലസ്ഥാനമായ ദമസ്കസിലേക്ക് തിരിച്ചു. അവിടെയാണ് യഥാർത്ഥ ജോലി. അതിനൂതനമായ ചാര ഉപകരണങ്ങളുണ്ടായിരുന്നു അയാളുടെ പക്കൽ. എയർപോർട്ടിലെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പലിലാണ് യാത്ര ചെയ്തത്. ദമാസ്കസിലെത്തിയ കമാൽ അതിവേഗം അവിടുത്തെ ഉന്നതരുമായി നല്ല ചങ്ങാത്തത്തിലായി. കാലത്ത് സിറിയയിൽ വലിയൊരു അട്ടിമറി നടന്നു. സൈന്യത്തിൻ്റെ സഹായത്തോടെ ബാത്ത് പാർട്ടി സർക്കാരിനെ അട്ടിമറിച്ചു. പ്രതിരോധ മന്ത്രിയായത് കമാലിൻ്റെ സുഹൃത്തും അർജന്റീനയിലെ സിറിയൻ എംബസി മേധാവിയുമായിരുന്ന ജനറൽ ഹാഫീസും. സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ വളരെ എളുപ്പം കമാലിന് ചോർന്നു കിട്ടി. അത്യാധുനിക വാർത്താവിനിമയ ഉപകരണങ്ങൾ വഴി അതെല്ലാം അപ്പോൾ തന്നെ ഇസ്രായേലിൽ എത്തിക്കൊണ്ടിരുന്നു. വൈകാതെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സിറിയ അഴിച്ചുവിട്ട ആക്രമണത്തെ ഇസ്രായേൽ അതിവിദഗ്ധമായി തകർത്തു. ഇത് സിറിയൻ സൈന്യത്തിൽ സംശയമുണ്ടാക്കി. ആരോ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട്. സിറിയയിൽ അതീവ രഹസ്യമായി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ റേഡിയോയിൽ വരുന്നു. വൈകാതെ അവർ റഷ്യയുടെ സഹായത്തോടെ പുതിയ നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. ഇതറിഞ്ഞിട്ടും കമാൽ കുലുങ്ങാതെ ചാരപ്പണി തുടർന്നു. അമിത ആത്മവിശ്വാസം. ഒടുവിൽ അനിവാര്യമായത് സംഭവിച്ചു. സിറിയൻ അധികൃതർ സിഗ്നലുകൾ തിരിച്ചറിഞ്ഞു. കമാൽ അബീൻ താബറ്റിൻ്റെ ബംഗ്ലാവിൽ നിന്നാണവ വരുന്നത്. 1965 ജനുവരി 26 കോഹേൻ അറസ്റ്റിലായി. മെയ് 18 അയാളെ പരസ്യമായി തൂക്കിലേറ്റുകയും ചെയ്തു. ഏലി കോഹേൻ്റെ മൃതദേഹം സിറിയ ഇസ്രായേലിന് വിട്ടു നൽകിയില്ല. ഇസ്രായേൽ അത് വീണ്ടെടുക്കുന്നത് തടയാൻ 3 സ്ഥലത്ത് മാറ്റി സംസ്കരിച്ചത്രേ.